സമരസമിതിയിൽ പിളർപ്പുണ്ടാകുന്നു. ഒരു കൂട്ടം ആളുകൾ മറ്റൊരു ഇടത്തേക്ക്, അതായത് സമരപ്പന്തലിൽ നിന്ന് ഇറങ്ങിപ്പോയി റോഡരികിൽ പന്തൽ കെട്ടി പുതിയ സമരം തുടങ്ങിയിരിക്കുകയാണ്. രണ്ടാം ഭൂസമരം എന്നാണ് അവർ അതിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. വിഷ്ണു സുരേഷ് ഉണ്ട് അവിടെ നിന്ന് വിശദാംശങ്ങളുമായി. വിഷ്ണു, ഇതിലിപ്പോൾ അവർ പറയുന്നത് പൂർണ്ണമായും അവർക്ക് അവരുടെ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് കിട്ടിയിട്ടില്ല, വഖഫ് രജിസ്ട്രിയിൽ നിന്ന് പേര് മാറ്റിയിട്ടില്ല ഇപ്പോഴും എന്ന് പറയുന്നു. അതാണ് താത്കാലിക പരിഹാരമല്ല വേണ്ടത് എന്ന് പറയുകയാണ്. അങ്ങനെ ആ സമരം തുടരുന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് ഏത് സാഹചര്യത്തിലാണ്? ഇപ്പോൾ പള്ളിയിൽ വികാരിയൊക്കെ പറയുന്ന അവരുടെ നേതൃത്വത്തിലുള്ള ഒരു സമരമാണ്, ഇതിൽ രാഷ്ട്രീയമൊന്നും ഉണ്ടായിരുന്നില്ല തുടങ്ങുന്ന സമയത്ത് എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതിപ്പോൾ എങ്ങനെയാണ്? ഇതൊരു BJP പക്ഷമാണ് അങ്ങോട്ടേക്ക് പോകുന്നത് എന്നൊക്കെ ഇപ്പോൾ ജോസഫ് ബെന്നി പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. അനുജ, 2022 ഒരു LED പോലെ ഇവരുടെ റവന്യൂ അവകാശങ്ങൾ എല്ലാം നിർത്തിവെച്ചിരിക്കുന്നു. അത് ഇതൊരു വഖഫ് ഭൂമിയാണ് എന്ന് ചൂണ്ടിക്കാണിച്ച് അവർക്കൊരു നോട്ടീസ് വരുന്നത്. അതിന് പിന്നാലെ ആരംഭിച്ച നിയമ പോരാട്ടം 2024 ഒരു സമരമായി രൂപപ്പെട്ടു. ഇപ്പോൾ 414 ദിവസം ആ സമരം പിന്നിട്ടു. 414 ദിവസം ഒറ്റക്കെട്ടായി അവർ സമരം ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസമാണ് സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചത് കരമടക്കാൻ അനുമതി മുനമ്പത്തുകാർക്ക് നൽകാമെന്ന്. അതിന് പിന്നാലെയാണ് ഭൂസംരക്ഷണ സമിതി ഈ സമരം അവസാനിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് പോയത്. പക്ഷേ ആ തീരുമാനം ഒരു ഏകപക്ഷീയമായ തീരുമാനമായി പോയി. അത് കോർ കമ്മിറ്റി പോലും അത് കൂടിയാലോചന നടത്തിയില്ല. മാധ്യമങ്ങളിലൂടെ മാത്രമാണ് ഞങ്ങൾ ഈ വിവരം അറിഞ്ഞത് എന്നുള്ളതാണ് ഇപ്പോൾ ഈ പുതിയതായി സമരം, അതായത് രണ്ടാം ഭൂസമരം സംരക്ഷണ സമരം ആരംഭിച്ച ആളുകളുടെ പ്രധാനപ്പെട്ട ആക്ഷേപം. ഇത് ഏകപക്ഷീയമായ തീരുമാനമായി പോയി. നമ്മളുടെ റവന്യൂ അവകാശങ്ങൾ പൂർണ്ണമായും പുനഃസ്ഥാപിച്ചിട്ടില്ല, കേവലം കരമടച്ചതുകൊണ്ട് മാത്രം പ്രശ്നങ്ങൾ തീരില്ല, ഇതൊരു ഇലക്ഷൻ സ്റ്റണ്ട് എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആക്ഷേപം. അതുകൊണ്ട് റവന്യൂ അവകാശങ്ങൾ പൂർണ്ണമായും പുനഃസ്ഥാപിക്കുന്നവരെ ഇത്തരത്തിൽ സമരവുമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇവരുടെ തീരുമാനം. ഇവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, മറ്റ് സമരത്തിലുള്ള ആളുകൾ അവർ ഞങ്ങളെ വഞ്ചിച്ചു എന്നുള്ളതാണ്. ഒറ്റക്കെട്ടായി ആരംഭിച്ച സമരം അത് പകുതിക്ക് വെച്ച് നിർത്തിപ്പോകുന്നത് ശരിയല്ല. മുനമ്പൻ ജനതയുടെ അന്തസ്സിനെ തന്നെ ഹനിക്കുന്ന രീതിയിലുള്ള നടപടിയാണ് ഭൂസംരക്ഷണ സമിതിയുടെ ഭാഗമായി ഉണ്ടായത്. അതുകൊണ്ട് അത് വകവെച്ചു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഈ സമരം ആരംഭിച്ചിരിക്കുന്നത്. ചേച്ചി, ഇതൊരു BJP സ്പോൺസേർഡ് സമരം എന്നുള്ളതാണ് ഭൂസംരക്ഷണ സമിതിയുടെ കൺവീനർ പ്രധാനമായി ആരംഭിച്ചത്. അങ്ങനെ ഒരു രാഷ്ട്രീയ മാനം ഇതിനുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. ഇത് മുനമ്പൻ ജനതയ്ക്ക് റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് കിട്ടണമെന്ന് നെഞ്ചുപിടഞ്ഞ് വേദനിക്കുന്ന മുനമ്പൻ ജനതയുടെ സമരമാണ്. ഇതിന് യാതൊരു വിധത്തിലുള്ള രാഷ്ട്രീയ ഭാവങ്ങളുമില്ല, രാഷ്ട്രീയ മുഖങ്ങളുമില്ല. മുനമ്പത്തുനിന്ന് ഒരു 50 പേർ BJPയിലേക്ക് കയറിയും അവർ ഈ സമരത്തിന്റെ ഭാഗമാണെന്നുള്ള ആക്ഷേപങ്ങളായി ഉയരുന്നുണ്ട്. അവരാണ് ഈ സമരം സ്പോൺസർ ചെയ്യുന്നുള്ളത്. അങ്ങനെ ഉണ്ടോ? എന്താണ് അതിന്റെ? ആരുമല്ല ഈ സമരം, ആരും സ്പോൺസർ ചെയ്ത സമരമൊന്നുമല്ല. ഈ കഴിഞ്ഞ ദിവസമാണ് ഞങ്ങൾ ന്യൂസിലാണ് ഞങ്ങൾ അറിയണത് ഈ സമരം നിർത്താൻ പോണത്. അത് കോർ കമ്മിറ്റി കൂടിയിട്ട് അവര് തീരുമാനിച്ചെന്നാണ് പറയുന്നത്. 5 പേരടങ്ങുന്ന ഒരു കോർ കമ്മിറ്റിയാണ്. ഇത് 610 കുടുംബങ്ങളുടെ മണ്ണിന്റെ വിലയാണിത്. ആ മണ്ണിന്റെ വില പറയണമെങ്കിൽ അവർക്കൊരു പൊതുയോഗം വിളിച്ചു കൂട്ടിയിട്ട് അവർക്ക് പറയാമായിരുന്നില്ല, ആലോചിക്കാമായിരുന്നില്ലേ? എന്നിട്ട് എന്ത് തീരുമാനമെടുക്കാമായിരുന്നു? നല്ലതായാലും ചീത്തയായാലും പൊതുയോഗം കൂടിയായിരുന്നു അങ്ങനെ തീരുമാനിക്കേണ്ടത്. ഈ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് കിട്ടുന്നത് വരെ എന്ന് ആ സമരപ്പന്തലിൽ 414 ദിവസവും ചെന്നിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് കിട്ടുന്നത് വരെ റിലേ നിരാഹാര സമരം തുടരുന്നു. അതായത് റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നതുവരെ സമരം തുടരുമെന്ന് പറഞ്ഞിരുന്ന ആളുകൾ കേവലം കരമടക്കാൻ മാത്രമുള്ള അവസരം കിട്ടിയപ്പോൾ സമരം അവസാനിപ്പിക്കുന്നത് അത് ശരിയല്ല, അത് ഈ സമൂഹത്തെ ഒന്നാകെ ഉറ്റുകൊടുക്കുന്ന നിലപാടാണ് അവർ സ്വീകരിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാണ് ഇപ്പോൾ രണ്ടാം ഭൂസംരക്ഷണ സമിതിയുടെ സമരം ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നതുപോലെ തന്നെ റിലേ നിരാഹാര സമരമായിരിക്കും ഈ പന്തലിലും ഉണ്ടാകുക. വലിയ ജനപങ്കാളിത്തം അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഈ പന്തലിൽ വലിയ ആൾക്കാരുണ്ട്. ഇന്നാണ് സമരം, ഈ നിമിഷമാണ് സമരം ആരംഭിച്ചത്. അപ്പോൾ തന്നെ ഏകദേശം 100ഓളം വരുന്ന ആളുകൾ ഈ പന്തലിലെ സമരത്തിന്റെ ഭാഗമായി എത്തിയിട്ടുണ്ട്. കൂടുതൽ പേർ ഈ സമരത്തിന്റെ ഭാഗമായി എത്തും. BJP സ്പോൺസേർഡ് സമരം എന്ന രാഷ്ട്രീയ ആക്ഷേപം അത് അവർ തള്ളിക്കളയുകയാണ്. അത്തരത്തിലൊരു മാനങ്ങളില്ല. ഇതിന്റെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുക എന്നാണ്. അതിനപ്പുറത്തേക്ക് ഒരു ആവശ്യവും ഞങ്ങൾക്കില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അനുകൂലമായി നിൽക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾ ജനിച്ചു വളർന്ന മണ്ണാണിത്, ആ മണ്ണിന്റെ അവകാശം ഞങ്ങൾക്കുള്ളതാണ്. വഖഫ് രജിസ്ട്രിയിൽ നിന്ന് ഈ ഭൂമിയുടെ പേര് പൂർണ്ണമായി മാറ്റുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ സമരം ചെയ്യുന്ന ആളുകളുടെ ആവശ്യം. അത് പൂർണ്ണമായി നേടിയെടുക്കുന്നവരെ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. അനുജ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.